നമസ്കാരം. UN ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാൻ നടത്തിയ നുണ പ്രചാരണത്തിന് അതേ നാണയത്തിൽ തന്നെ നല്ല വ്യക്തവും ശക്തവുമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിച്ചു. അതായത് നല്ല തക്ക മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷരീഫിന്റെ പരാമർശങ്ങളെ അസംബന്ധ നാടകങ്ങൾ എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ഒരു നാടകത്തിനും യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കാനാവില്ല എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. മറുപടി പ്രസംഗം നടത്തിയ ഇന്ത്യൻ നയതന്ത്രജ്ഞൻ പെറ്റൽ ഗെഹ്ലോട്ട് പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ കാതലായ ഭീകരവാദത്തെ വീണ്ടും മഹത്വവൽക്കരിക്കുന്ന കാഴ്ചയാണ് അസംബ്ലിയിൽ കണ്ടതെന്നും വിമർശിച്ചു. ഇതു മാത്രമല്ല, പഹൽഗാം ആക്രമണം നടന്നപ്പോഴും പിന്നീട് അങ്ങോട്ടും ഇന്ത്യ കണ്ടത് പാകിസ്ഥാന്റെ തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്ന മുഖമാണ്. അതുകൊണ്ടാണ് ആക്രമണത്തിൽ മരിച്ച ഭീകരന്മാരുടെ സംസ്കാര ചടങ്ങുകൾക്ക് പോലും സർക്കാരിന്റെ ഒത്താശ ഉണ്ടായിരുന്നത്. അതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതുമാണ്. ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകര സംഘടനയെ 2025 ഏപ്രിൽ 25-ന് UN രക്ഷാസമിതിയിൽ വെച്ച് സംരക്ഷിക്കാൻ ശ്രമിച്ച അതേ പാകിസ്ഥാനാണ് ഇതെന്നും ഗെഹ്ലോട്ട് പറയുന്നു. വർഷങ്ങളായി ഭീകരവാദത്തെ വളർത്തുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യം ഇത്രയും വിചിത്രമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അത്ഭുതമില്ല. ഒസാമ ബിൻ ലാദനെ ഒരു പതിറ്റാണ്ടോളം സംരക്ഷിക്കുകയും അതേസമയം ഭീകരവാദത്തിനെതിരായ യുദ്ധത്തിൽ പങ്കാളിയായി അഭിനയിക്കുകയും ചെയ്ത രാജ്യമാണിത്. തങ്ങൾ പതിറ്റാണ്ടുകളായി ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്നും അവരുടെ മന്ത്രിമാർ അടുത്തിടെ സമ്മതിച്ച കാര്യവും ഈ വേളയിൽ ഓർക്കേണ്ടതാണ്. ഈ ഇരട്ടത്താപ്പ് അതിന്റെ പ്രധാനമന്ത്രിയുടെ തലത്തിൽ പോലും തുടരുന്നതിൽ ഒട്ടും അതിശയിക്കേണ്ടതില്ല എന്നാണ് പെറ്റൽ വ്യക്തമാക്കുന്നത്. നേരത്തെ UN പൊതുസഭയിൽ സംസാരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷരീഫ് മെയ് മാസത്തിലെ സൈനിക നടപടിക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ചർച്ച ചെയ്യുന്നതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സജീവ പങ്ക് വഹിച്ചതായി അവകാശപ്പെട്ടിരുന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ രാഷ്ട്രീയ നേട്ടം നേടാൻ ശ്രമിച്ചു എന്നും നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിട്ടു എന്നും ഷരീഫ് ആരോപിച്ചിരുന്നു. തങ്ങളുടെ പ്രാദേശിക അഖണ്ഡതയും ദേശീയ സുരക്ഷയും ലംഘിക്കപ്പെട്ടപ്പോൾ UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 51 അനുസരിച്ചുള്ള സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ സേന പ്രതികരിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. 7 ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുണ്ട് എന്നാണ്. അതായത് തെറ്റായ അവകാശവാദവും ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ ഓരോ വട്ടവും. ഇതിന് പുറമെ ഷരീഫ് സിന്ധു നദീജല കരാർ ലംഘിച്ചുവെന്നും ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഈ ആരോപണങ്ങൾക്കാണ് ഇന്ത്യ UN-ൽ ശക്തമായ മറുപടി നൽകിയത്. എന്തായാലും കള്ളങ്ങൾ എത്ര തവണയൊക്കെ ആവർത്തിച്ചാലും അത് സത്യമാകില്ല. അതാണ് ഇവിടെയും കണ്ടത്. നിക്കപ്പൊറുതി ഇല്ലാണ്ട് വരുമ്പോൾ പടച്ചുവിടുന്ന പെരും നുണകൾ അതാണ് പാകിസ്ഥാൻ നടത്തുന്നതും പറയുന്നതും. അതേസമയം UN പൊതുസഭയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:30 പ്രസംഗിക്കും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷരീഫ് നടത്തിയ ആരോപണങ്ങൾക്ക് ഇന്ത്യ കൃത്യമായ മറുപടി തന്നെ നൽകും. ഊർജ സുരക്ഷ, ഭീകരവാദം, ഗ്ലോബൽ സൗത്ത് തുടങ്ങിയ വിഷയങ്ങളും പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയേക്കും. റഷ്യ, ജർമ്മൻ, UAE, സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും ഇന്ന് പൊതുസഭയിൽ പ്രസംഗിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച